ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അടുക്കള വശത്ത് നല്ലതായിട്ട് നിന്നിരുന്ന ഒരു ഞാലിപ്പൂവൻ വാഴയാണ് പടം. ഇന്നലെ രാത്രിയിൽ നല്ല ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ മഴ സമയത്ത് പോയതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമേ ഇത് കണ്ടപ്പോൾ ഞാനൊരു ചെറിയൊരു ചായ വെക്കണ്ടായിരുന്നു. അപ്പോൾ തൂണൊക്കെ കൊടുത്ത് നിർത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ രാത്രിയിലെ മഴയിൽ അത് ചെരിഞ്ഞു പോയി. എന്തായാലും നമ്മളിവിടെ അഴവള്ളി കെട്ടിയിട്ടുള്ളതുകൊണ്ട് അതിൽ തട്ടി നിന്നതുകൊണ്ട് അതിൻ്റെ കൊല നിലത്ത് മുട്ടായി ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമുക്കിത് പതിയെ ഇതിൻ്റെ ഈ കച്ചിയും കാര്യങ്ങളൊക്കെ ഒന്ന് പഴകിയ വാഴക്കൈയെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇതിലൊന്ന് വൃത്തിക്ക് ഒരു തൂണ് കൊടുത്ത് നമുക്ക് നിർത്താം. അപ്പോൾ നമുക്കിതിൻ്റെ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മളെല്ലാം ഒന്ന് വെട്ടി കളഞ്ഞിട്ട് ഇതിനോട് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ്. കാരണം ഇത് വിളവായിട്ടില്ല. നന്നായിട്ടൊന്ന് വിളഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പം തൽക്കാലം നമുക്ക് സപ്പോർട്ട് കൊടുത്ത് നിർത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ ചെറിയ ചെറിയ വാഴ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഈ സമയത്ത് അത്യാവശ്യം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് വാഴ മുഴുവനും നശിച്ചു പോകാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം ഇപ്പോഴത്തെ വേനൽ മഴയെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിട്ടുന്ന വളരെ ശക്തിയായ കാറ്റും മഴയൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2-3 മഴ കിട്ടി. ഇതിപ്പോൾ 4ാമത്തെ മഴയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പം നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൊല ആയതുകൊണ്ട് തന്നെ നമ്മളത് വെറുതെ നഷ്ടപ്പെടുത്തി കളയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് കുറച്ച് നാൾ നിർത്തിയിട്ട് നല്ലൊരു വിളവാക്കിയിട്ട് നമുക്ക് അത് വെട്ടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാഴക്കച്ചിയെല്ലാം കറണ്ടില്ല, നമ്മളിവിടെ ഉടക്കി നിൽക്കുകയാണ്. ഭാഗ്യം ഇച്ചിരി കൂടെ മാറി വീണാണ്, അല്ലെങ്കിൽ കറക്റ്റ് അടുക്കളയുടെ ആ ഓടിലേക്ക് തന്നെ രാത്രി വീണാനായിട്ട് ഞാൻ ചെറിയൊരു സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ വെളുപ്പിനെ എണീറ്റ് നോക്കി. പക്ഷേ അന്നേരം നല്ല മഴ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോൾ മഴയൊക്കെ തോർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് നമുക്ക് നിർത്താം. ഈ കൊല നോക്കിയാൽ നല്ല വലിപ്പമുള്ള ഒരു കൊലയാണ്. അത്യാവശ്യം നല്ല കായ്കളും ഒരു 10-15 പടലയോളം ഇതിലുണ്ട്. അതുപോലെ നല്ലൊരു കൊലയാണ്. നമ്മൾ അത്യാവശ്യം വളമൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അന്നേരത്തിനാണ് നമ്മളെ പ്രതീക്ഷിക്കാതുള്ള വേനൽ മഴ നമ്മളെ ചതിച്ചത്. അപ്പോൾ നമ്മുടെ നിലവിൽ ഇവിടെ തൂണോ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇരിപ്പില്ല. എങ്കിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത്, ഇതിപ്പോൾ ഈ അഴവള്ളിയുടെ ബലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി വെയിറ്റ് വന്ന് ഈ അഴവള്ളി പൊട്ടിപ്പോവും. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് തൽക്കാലം ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്താം. കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതെന്തായാലും സാധിക്കും തോന്നില്ല. കാരണം അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട് വാഴയ്ക്ക്. അപ്പോൾ ഒരാളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കുറച്ചുകൂടെ ഉയർത്തി നിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നിലത്ത് വീഴാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഇപ്പോൾ ചെറിയ സപ്പോർട്ട് കൊടുത്ത് നിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തോള് കൊടുത്തൊന്ന് പൊക്കി നോക്കാം. അപ്പോൾ എത്രത്തോളം നമുക്ക് പൊക്കാൻ പറ്റുമെന്നുള്ളത്. നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഞാൻ തോള് കൊടുത്താൽ തന്നെ നമുക്ക് എങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താനേ പറ്റിയിട്ട്. അപ്പോൾ ഈ പ്രതീക്ഷിക്കാതുള്ള വേനൽ മഴയിൽ അപ്പോൾ വാഴക്കൃഷികളും മറ്റേതൊക്കെ ഉള്ളവർ തൽക്കാലം അത് മറിഞ്ഞൊന്ന് വീഴാത്ത രീതി, നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടുകളൊക്കെ കൊടുത്ത് നിർത്തണം. കാരണം ഏത് സമയത്ത് അത് ശക്തമായ കാറ്റ് മഴയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ കൃഷി, ഇതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ കുറേ വാഴകൾ വീണ്ടും കുലച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ പണിയെന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കൂടി സപ്പോർട്ടിന് വിളിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇതിനൊക്കെ വേണ്ട തടവൊക്കെ എടുത്ത് കൊടുത്ത് ഒന്ന് ലെവലാക്കി നിർത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കണം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.